മീശയും പണ്ടാരം. സാധനായി. ഹലോ. ആ ചേട്ടാ പറ. നാളെ ഒരു 8 മണിക്ക് കട്ടപ്പന വരെ എത്താൻ പറ്റുമോ? തരുൺമൂർത്തി സാറിന്റെ പടമാണ്. ചിലപ്പോൾ 2 ഡയലോഗ് കിട്ടും. തരുൺ സാറിൻ്റെ പടമാണോ? എന്ത് വേഷമാണ് ചേട്ടാ? അതൊരു കുറ്റവാളിയുടെ വേഷമാണ്. നീ ചെയ്താൽ പൊളിക്കും. ആഹാ, നല്ല വേഷമാണല്ലോ. ചേട്ടാ എനിക്ക് എത്താൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാനിവിടെ ആകെ പെട്ട് വയ്ക്കുക. ഒരു ഓണാഘോഷത്തിന് മാവിലേഷം കെട്ടാൻ പോയതാ. പറഞ്ഞ പൈസയും കിട്ടിയില്ല. വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവരാക്കിയതുമില്ല. എന്ത് ചെയ്യാൻ ചേട്ടാ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്. വരാൻ പറ്റുമോ ഇല്ലേന്ന് ഒരു മണിക്കൂറിനകത്ത് വിളിച്ച് പറ. ശരി ചേട്ടാ. ഓക്കെ. എന്ത് പറയാ? എന്റെ ബാഗ്, എന്റെ ഡ്രസ്സും പേഴ്സും, ഈശോയെ, എന്നാലും ഇതവിടെ പോയി. അവിടെ പോയി. ബായ്, ഹർക്കലേ പോകാൻ ഇപ്പോൾ ട്രെയിൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനിയിപ്പോൾ വെളുപ്പിനേ ഉള്ളൂ. എന്ത് ചെയ്യും? തിരുവോണമായിട്ട് കൊള്ളാം, നല്ല ഇറണം. ബായ് എങ്ങോട്ടേക്കാണ്? എനിക്ക് പോകാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇടങ്ങളൊന്നുമില്ല. ഈ പോകുന്ന ട്രെയിനുകളും ഈ സ്റ്റേഷനും ഒക്കെ തന്നെയാണ് എൻ്റെ ജീവിതം. അപ്പം TTR ആയിരിക്കും അല്ലേ? ഇയാളെന്ത് മുഖത്ത് നോക്കി സംസാരിക്കട്ടെ? വേഷം കണ്ട് പേടിച്ചിട്ടായിരിക്കും. ബായ്, എൻ്റെ വേഷം കണ്ടൊന്നും പേടിക്കണ്ട കേട്ടോ. ഒരു ഓണാഘോഷത്തിന് മാവിൽ വേഷം കെട്ടാൻ പോയതാ. എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞ പൈസയും കിട്ടിയില്ല. എൻ്റെ ഡ്രസ്സും പേഴ്സും ഒരുത്ത് അടിച്ചെടുത്തോണ്ട് പോയി. മാവേലി ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ മാവേലി എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. അതെന്താ? ഈ ഭൂമിയിലുള്ളൊന്നിനെയും എനിക്ക് കാണാൻ കഴിയില്ല, എന്തിന് എന്നെ പോലും. അയ്യോ സോറി ഭായ്, ഞാൻ അറിഞ്ഞില്ല. അത് സാരല്ല. എൻ്റെ പേര് വർഗീസ്. വർക്കലയാണ് വീട്. വീട്ടിലാരും ഇല്ല, ഒറ്റയ്ക്കാണ്. സിംഗിൾ ലൈഫ്. എന്ത് ചെയ്യുന്നു? ജീവിക്കാൻ മാന്യമുള്ള എന്ത് ജോലിയും ചെയ്യും. ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകും. ചെറിയൊരു അഭിനയമോഹം ഉണ്ടേ. അതൊക്കെ പോട്ടെ. ഭായിയുടെ പേരെന്താ? വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ പേര് മുരുകൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കങ്ങനെ പോകാൻ ഇടങ്ങളൊന്നും ഇല്ലെന്ന്. എനിക്ക് ബന്ധുക്കളോ കുടുംബമൊന്നുമില്ല. ഞാനൊരു അനാഥനാണ് ഭായി. സോറി. രണ്ടാമത്തെ സോറി ആയി. സോറി. ദേ വീണ്ടും. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? ഒന്നും കഴിച്ചില്ല. ഈ വേഷം ഇട്ടുകൊണ്ട് വീട് വരെ എങ്ങനെ പോകുമെന്നോ? ഡ്രസ്സും ബാഗും ഒക്കെ കള്ളം കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞ്. എൻ്റെ കയ്യിൽ മുണ്ട് ഷർട്ടും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അത് തരാം. പാകമോന്നറിയില്ല. വലിയ ഉപകാരം പോയി. എങ്ങനെ വീട് വരെ പോകുന്ന ഓർത്ത് ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. താങ്ക്സ്. ഞാൻ ഉടനെ തിരിച്ചുകൊണ്ട് എത്തിക്കാം കേട്ടോ. അത് കുഴപ്പമില്ല. ദൈവം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. വിശന്ന് വലഞ്ഞ് വന്ന എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു നേരത്തെ ഭക്ഷണവും വസ്ത്രവും തരുന്നു, അതും ഈ നട്ടപാതിരയ്ക്ക്. എന്താ അല്ലേ? ദൈവം നമ്മളെ നേരിട്ട് വന്ന് രക്ഷിക്കാനൊന്നും പോകുന്നില്ല. എങ്കിൽ എനിക്ക് എന്നേ കാഴ്ച കിട്ടിയാനെ. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യന് മാത്രമേ പറ്റൂ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ദൈവത്തിൻ്റെ അംശമുണ്ട്. നമ്മളത് സ്വയം കണ്ടെത്തണം. ഓരോ മനുഷ്യരുടെ രൂപത്തിൽ ദൈവം നമ്മുടെ മുമ്പേ വരും. എന്ന് പറഞ്ഞ് ഞാൻ ദൈവം എന്നല്ല കേട്ടോ. ഭായിക്ക് കാഴ്ച കിട്ടിയ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭായി, ഞാനൊരു അനാഥനാണെന്ന്. എന്നെ വളർത്തിയ സിസ്റ്ററും എപ്പോഴും പറയും,
അവർക്കെന്നെ കിട്ടിയത് കന്യാകുമാരിയിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്താണെന്ന്. പണ്ടിടയ്ക്കിടയ്ക്ക് പറയും, നീ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയാണ്. ആരോട് ഉപേക്ഷിച്ചിട്ട് പോയതാ. പാവം, അവരാണ് എന്നെ വളർത്തിയതും പാട്ട് പഠിപ്പിച്ചതെല്ലാം. അതുകൊണ്ട് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നു. കാഴ്ച എനിക്ക് കിട്ടില്ലെന്നറിയാം. എങ്കിലും കാഴ്ച കിട്ടിയ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എൻ്റെ സിസ്റ്റർ അമ്മയെ കാണാനാണ്. അമ്മ മരിച്ചുപോയി. പിന്നെ എൻ്റെ ആഗ്രഹം എനിക്ക് ജന്മം നൽകിയെന്ന് വിശ്വസിക്കുന്ന ഉദിച്ചു വരുന്ന സൂര്യനെ കാണാനാണ്. അതെനിക്ക് പറ്റില്ലല്ലോ, കാരണം ഞാൻ ഇരുട്ടിൻ്റെ സന്തതിയായി പോയില്ലേ. ദൈവം നമ്മളെ നേരിട്ട് വന്ന് രക്ഷിക്കാനൊന്നും പോകുന്നില്ല. എങ്കിൽ എനിക്ക് എന്നേ കാഴ്ച കിട്ടിയാണ്. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യന് മാത്രമേ പറ്റൂ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ദൈവത്തിൻ്റെ അംശമുണ്ട്. നമ്മളത് സ്വയം കണ്ടെത്തണം. നമുക്കൊരു സ്ഥലം വരെ പോയാലോ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനിപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. എനിക്കിതെൻ്റെ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കാഴ്ചയ്ക്ക് അതീതമായി പലതും ഈ ഭൂമിയിലുണ്ട്. കാഴ്ചയുള്ളവർക്ക് അത് അനുഭവിക്കാനോ തിരിച്ചറിയാനോ സാധിക്കണമെന്നില്ല. ചിലതൊക്കെ നമ്മുടെ അകക്കണ്ണുകൊണ്ടും കാണാൻ കഴിയും. ദൈവം ഒരിക്കലും ഭൂമിയിലേക്ക് നേരിട്ടിറങ്ങി വരാറില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വിശന്ന് വന്നവന് ഭക്ഷണവും വസ്ത്രവും കൊടുത്ത് ഒരാൾ ദൈവത്തിൻ്റെ രൂപമായി. മറ്റൊരാൾ കണ്ണ് കാണാത്ത ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടത്തിക്കൊടുത്ത് പുതിയൊരു വെളിച്ചം അയാളുടെ ജീവിതത്തിലേക്ക് നൽകി. ഒരുപക്ഷെ നിങ്ങളാവാം നാളെ വർഗീസോ മുരുകനോ ആകുവാൻ നിയോഗിക്കപ്പെട്ടവർ. പിന്നെ അങ്ങനെയോട് ഞാനൊരു കാര്യം ചോദിച്ചു, എന്താ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, വിഷ്വലി ചാലഞ്ച് ആയിട്ടൊരു ആളുണ്ടെങ്കിൽ അങ്ങേർക്ക് സൺസെറ്റ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു ചോദിച്ചാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് സൂര്യൻ്റെ അവിടെ കൊണ്ടിരുത്തും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കും, എന്നിട്ട് ഞാൻ എൻ്റെ കൈയെ നല്ലോണം ചൂടാക്കിയിട്ട് അവർ കവളത്ത് വെച്ചിട്ട് പറയും, ഇതാണ് സൺസെറ്റ്.